പാലക്കാട് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ച വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ അറസ്റ്റിൽ. മല്ലേപ്പള്ളി സ്വദേശികളായ കെ അനിൽകുമാർ, സുശാസനൻ, വേലായുധൻ എന്നിവരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി അഭിജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. അഭിജിത്ത്, ക്രിസ്മസ് ആഘോഷം പോലെ ഒരു ആഘോഷത്തെ തടസ്സപ്പെടുത്താനാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകർ ശ്രമിച്ചത്, വർഗീയത വളർത്താൻ. എന്തൊക്കെയാണ് അതിൽ പോലീസ് എടുത്ത നടപടി? മറ്റ് വിശദാംശങ്ങൾ കൂടി. ജിംഷാദ്, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു.പി. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടയാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെത്തി ശ്രമിച്ചത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ, ബജറംഗ് ദൾ ജില്ലാ സംയോജക് വി സുശാസനൻ, വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വേലായുധൻ എന്നിവരെത്തിയാണ് ക്രിസ്മസ് ആഘോഷം തടയാൻ ശ്രമിച്ചത്. ആഘോഷത്തിൽ ക്രിസ്മസ് വേഷം ധരിഞ്ഞ് കരോൾ നടത്തുമ്പോഴായിരുന്നു പ്രവർത്തകരെത്തി പ്രധാന അധ്യാപികയും അധ്യാപകരെയും ഒക്കെ അസഭ്യം പറഞ്ഞത്. ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്നും പ്രവർത്തകരെത്തി പറഞ്ഞു. സംഭവത്തിൽ 3 പേരെ ചിറ്റൂർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യനിർവഹണം തടയൽ, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അസഭ്യം പറഞ്ഞത്, അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജിംഷാദ്, ഈ കൃഷ്ണജയന്തിയാണ് പകരം ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞാണ് ഇവർ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. മാത്രമല്ല, അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ അസഭ്യം പറയുകയും ചെയ്തു, അല്ലേ? തീർച്ചയായും അധ്യാപകരെയും അതേപോലെ വിദ്യാർത്ഥികളെയും അസഭ്യം പറയുകയാണ് പ്രവർത്തകരെത്തി ചെയ്തത്. അതിൽ എടുത്തു പറയേണ്ടത്, ക്രിസ്മസ് ആഘോഷമല്ല നടത്തേണ്ടത്, പകരം ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള ഹിന്ദു ആചാരങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നും പ്രവർത്തകരെത്തി ചോദിച്ചു. ഇതാണ് ഇവരെ പ്രധാനമായും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പോലീസിന് നിർബന്ധിതമായത്. ഈ സ്കൂളിന്റെ പരാതിയെ തുടർന്നാണോ കേസെടുത്തത്? എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്? സ്കൂളിലെ പ്രധാനാധ്യാപികയുടെ പരാതിയെ തുടർന്നാണ് ചിറ്റൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പ്രധാനമായും കേസെടുത്ത വകുപ്പുകൾ എന്ന് പറയുന്നത് കൃത്യനിർവഹണം തടയൽ, തടസ്സപ്പെടുത്തൽ, മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ അസഭ്യം പറയൽ, അതിക്രമിച്ചു കയറൽ, ഭീഷണിപ്പെടുത്തൽ. വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, അധ്യാപകരൊക്കെ ഉണ്ട്, അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തനം അവർ നടത്തിയിരുന്നു. അതിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ശരി, അഭിജിത്ത് കെ എൻ ആണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്.